ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി പറ്റുന്ന ഉലുവ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഞവരേരിയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് പകരമായിട്ട് ഉണക്കലരിയിൽ പായസം വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരി, അല്ലാന്നുണ്ടെങ്കിൽ മട്ടേരി, അങ്ങനെ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. തവിടോട് കൂടിയിട്ടുള്ള അരി എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഞവരയരിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, അതുപോലെ തന്നെ ഉദരരോഗങ്ങളൊക്കെ മാറാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അരി ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടും കൂടിയുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉലുവയാണ്. 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഓവർനൈറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുതിർത്തെടുത്തിട്ടുള്ള ഉലുവയാണ് കേട്ടോ ഇത്. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഉലുവയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉലുവ നമ്മുടെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ അമിതവണ്ണം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ്, പീരീഡ്സിൻ്റെ വേദന കുറയ്ക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഉലുവയ്ക്കും. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചെറുപയറാണ് കേട്ടോ. അതൊരു 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുതിർത്തിട്ടൊന്നുമില്ല, കഴുകി എടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതല്ലാതെ നമുക്കൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഉൾപ്പെടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചെറുപയറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 എണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലും ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിക്കുന്നത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിയുടെയും കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും കേട്ടോ. ഈ അരിയാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ സോക്ക് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം വേണ്ടി വരത്തില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉലുവ പ്രത്യേകം ഒന്ന് വേവിച്ചിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉലുവയ്ക്ക് കുറച്ചുകൂടി വേവ് കൂടുതലായിരിക്കും കേട്ടോ. അരി ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള അനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക കേട്ടോ. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം. അപ്പോൾ ഇതാ 1-ാം പാൽ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ വീണ്ടും മിക്സിയിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2-ാം പാലും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കരിപ്പട്ടിയാണ് കേട്ടോ. 50 ഗ്രാം അളവിലാണ് കരിപ്പട്ടി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മധുരക്കഞ്ഞിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് കരിപ്പട്ടി എടുത്തിട്ടുള്ളത്. ഇത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഉരുക്കിയിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഉരുക്കിയെടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് കരിപ്പട്ടിയുടെ അളവ് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പകരമായിട്ട് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ കരിപ്പെട്ടി ചേർക്കുമ്പോൾ വളരെ ചെറിയൊരു മധുരം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഇത് ഉരുക്കിയിട്ട് അരിച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ. അപ്പോഴേക്കും കുക്കറിൽ നിന്നും വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അരിയും ഉലുവയും പയറും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം.
അപ്പോൾ ഇതാ കരിപ്പെട്ടിപ്പാനിയിൽ കിടന്നിട്ട് അരിയും പയറും ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കഞ്ഞിയുടെ കൺസിസ്റ്റൻസി, വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം. അപ്പോൾ ഇതാ രണ്ടാം പാൽ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചൂടായിട്ട് മാത്രം വന്നാൽ മതി. രണ്ടാം പാൽ ചേർത്തിട്ട് കഞ്ഞി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ മധുരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഞ്ഞിയിലേക്ക് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള മരുന്നുകൂട്ടുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു കഞ്ഞിയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഒട്ടും തന്നെ കയ്പൊന്നും കാണത്തില്ല കേട്ടോ നമ്മുടെ ഈ ഒരു കഞ്ഞിക്ക്. അതുപോലെ തന്നെ ഇതിലെ ആ ഒരു കരിപ്പെട്ടിപ്പാനി ചേർക്കുന്നതും തേങ്ങാപ്പാൽ ചേർക്കുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കർക്കിടകം റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടും കൂടി നോക്കണേ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.